നമസ്കാരം. എൻ്റെ പേര് ഹരിശങ്കർ. ഇതെൻ്റെ ചാനൽ ഹരിശങ്കർ 360. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എനിക്കൊരു 2 ആഴ്ചയ്ക്ക് മുകളിലായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഒറിജിനലി ആഴ്ചയിൽ ഒരിക്കലൊരു വീഡിയോ ഇടണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുകൊണ്ടും എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും ഒരു വീഡിയോ എനിക്ക് ഇടാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വർക്ക് എൻവയോൺമെൻറ്റിൽ സ്ട്രെസ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനും ഒരു സാലറിഡ് വർക്ക് എൻവയോൺമെൻറ്റിൽ അതായത് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സർവീസ് സെക്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എന്നെ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ അവിടെ എസ്പെഷ്യലി സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ഡെയിലി അനുഭവിക്കുന്ന വരുന്നുണ്ട്. ഈവൻ ഞാൻ ഈ പറയുന്ന ഫാക്ടറി എല്ലാവർക്കും മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളിനി തിങ്കളാഴ്ചയിലേക്ക്, അതായത് നമ്മൾ വീക്കിൻ്റെ ഫസ്റ്റ് ഡേയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് മനസ്സിലായ കാര്യം, നമ്മൾ ഫസ്റ്റ് ഡേ പോകുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു മടിയും മൊത്തത്തിൽ ഒരു ശോകാവസ്ഥയിലായിരിക്കും പലരും പോകുന്നത്. കാര്യം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വളരെ ഹെക്ടിക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് വളരെ കൂടുതലാണ്. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അത് എംപ്ലോയീസിൻ്റെ മണ്ടയിലാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. മാത്രമല്ല കോമ്പറ്റീഷനും ഏത് സെക്ടറിലായാലും ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സർവീസ് ഡിമാൻഡ് നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കേണ്ടത്, നമ്മളിപ്പോൾ എല്ലാവരും വിവിധ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഞാനിപ്പോൾ പറയുന്നതിന് മെയിനായിട്ട് ഈ സർവീസ് സെക്ടർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ളൊരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഞാനീ പറയുന്നത് കൂടുതൽ ആപ്ലിക്കബിൾ ആവുമെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എക്സാമ്പിൾ ഇപ്പം നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ജോലിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ചിലർ ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കില്ല. അവർക്ക് അവരുടെ അപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ ജോലി വേണം എന്ന് കരുതി പല ജോലി കയറുന്ന ആൾക്കാരുണ്ട്. അവർ പിന്നെ അതിൽ ഫിക്സ് ഓണായി പോവുകയാണ്. അപ്പോൾ അവർക്കും ഇത് മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഏത് ജോലി ചെയ്യുന്നെങ്കിലും ആ ജോലി ഇസ് ജസ്റ്റ് എ ജോബ്. നമ്മൾ ആ ചെയ്യുന്ന ജോലി നമ്മൾ 100% നമ്മൾ ആത്മാർത്ഥത പാലിക്കണം. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മളതിൽ മാക്സിമം നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷേ ആഫ്റ്റർ ഓൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതൊരു ജോലി മാത്രമാണ്. മാത്രമല്ല നമുക്കതിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന ചെയറിൽ നാളെ നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈസിലി റീപ്ലേസബിളാണ്. അതിന് നമുക്ക് വേറെ ആരെങ്കിലും നമ്മളെ ജോലി ചെയ്യാൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ് ജസ്റ്റ് എ ജോബ്. നമ്മളുടെ ഹെൽത്തും നമ്മളുടെ പീസ് ഓഫ് മൈൻഡാണ് പ്രധാനം. പക്ഷേ എന്നിരുന്നാലും നമ്മളെ ജോലിയിൽ നമ്മൾ 100% ആത്മാർത്ഥത പുലർത്തേണ്ടതുണ്ട്. കാരണം ആ ജോലി കൊണ്ടാണ് നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്ത് വെൽത്തായാലും, ഈവൻ ഹെൽത്ത് സർവീസസ് ആയാലും, അല്ലെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള സൗകര്യങ്ങളായാലും, അതെല്ലാം നമ്മൾ ഏത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് നേട്ടങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ്സ് കൊണ്ടാണ് നമുക്കതിൽ നിന്ന് കുറച്ച് കാര്യം നമുക്ക് സുഖസൗകര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. സോ എന്നിരുന്നാലും അതൊരു ജോലി മാത്രമാണ്. നമ്മൾ അതിനകത്ത് ഒരു പാർട്ട് മാത്രമാണ്. ആ ജോലിക്ക് അവിടെ ആയിട്ടുള്ള കുറച്ച് കംപ്ലയിൻസും അല്ലെങ്കിൽ കുറച്ച് ഗൈഡൻസും ഉണ്ടാവും. ആ ഗൈഡൻസിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കസ്റ്റമർ സെൻട്രിക് ആണെങ്കിൽ നമുക്കറിയാം, പല കസ്റ്റമേഴ്സും അവരുടെ ആവശ്യം നേടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള നമ്മളുടെ കമ്പനിയുടെ ഇൻറ്റേർണൽ കംപ്ലയിൻസിൻ്റെ ഭാഗമായി നമുക്ക് പലതും ചെയ്തു കൊടുക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. അപ്പോൾ ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് നമ്മൾ മുമ്പേ കിടന്ന് ചിലപ്പോൾ അവർ ബഹളം വയ്ക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കംപ്ലയിൻറ്റ് കൊടുക്കും, അങ്ങനെ പല രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ആ ജോലി ആ ഒരു പൊസിഷൻ ഉണ്ടാകണമെന്നില്ല. ഇന്ന് നമുക്ക് നമ്മൾ ഏത് കസ്റ്റമർ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഔട്ട് ഓഫ് ദ വേ ചെയ്യുന്നത്, ആ കസ്റ്റമർ നാളെ നമ്മളെ കൂടെ നിൽക്കണമെന്നില്ല. നമുക്ക് നമ്മളെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയാലും അവർ നമ്മളുടെ കൂടെ നിൽക്കണമെന്നില്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഇന്നർ ഗൈഡൻസ് ആൻഡ് കംപ്ലയിൻസ് നോക്കി തന്നെ വർക്ക് ചെയ്യുക. മാക്സിമം കസ്റ്റമറിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക.
മാക്സിമം നമ്മളുടെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ആ ജോലിയുടെ സ്ട്രെസ്സ് നമ്മൾ മനസ്സിലെടുക്കാതിരിക്കും ശ്രമിക്കുക. കാര്യം അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നമ്മളുടെ നമ്മളുടെ ലിമിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഫുള്ള് നമ്മൾ കൺട്രോളിലായിരിക്കണമെന്നില്ല. നമുക്ക് മാക്സിമം നമ്മൾ എഫേർട്ട് കൊടുക്കാനതിനകത്ത് കഴിയത്തുള്ളൂ. അതിൻ്റെ എഫേർട്ടിനനുസരിച്ച് റിസൾട്ട് എപ്പോഴും കിട്ടണമെന്നില്ല. അത് പ്രത്യേകിച്ചും അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയും അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി പോലെ ഇരിക്കും നമ്മളുടെ പ്രൊഡക്ടിവിറ്റി വരുന്നത്. നമുക്ക് കൂടുതലും എപ്പോഴും നമ്മളുടെ കയ്യിലായിരിക്കണമെന്നില്ല. നമ്മളെപ്പോഴും നമ്മളൊരു കറക്റ്റായിട്ട് പ്രോഡക്റ്റ് പിച്ച് ചെയ്താലും നമ്മളുടെ കയ്യിൽ എപ്പോഴും കിട്ടണമെന്നില്ല. കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് പറയുമായിരിക്കും, പക്ഷേ അതിനെക്കാട്ടും ബെറ്റർ ഓഫർ വേറൊരു ബാങ്കിന് കൊടുക്കാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കസ്റ്റമർ കുറ്റം പറയാക്കില്ല. എല്ലാവരും അവർക്ക് എത്ര മാക്സിമം ലാഭം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവിടെ കിട്ടുന്നു എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. നമ്മൾ പറയുന്നപ്പോൾ അത് ആൾക്കാർ കമ്പയർ ചെയ്തിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നമുക്ക് കസ്റ്റമർ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് ഉറപ്പായും റിസൾട്ട് ഉണ്ടാകും. നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പറയുക കാലത്ത് അതിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. So be happy, be confident, and do justice to the work you are doing. And at the end of the day, evening when you go home, be happy, because that's what counts the most for your life. Thank you.